ഹായ് ഹലോ, എല്ലാവർക്കും പി എസ് സി ഗ്രന്ഥത്തിലേക്ക് സ്വാഗതം. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയത് ഇഗ സിയാടെക്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയത് ഇഗ സിയാടെക്. പാരീസ് ഡയമണ്ട് ലീഗിൽ വെങ്കലം നേടിയ മലയാളി മുരളി ശ്രീശങ്കർ. പാരീസ് ഡയമണ്ട് ലീഗിൽ വെങ്കലം നേടിയ മലയാളി മുരളി ശ്രീശങ്കർ. അദ്ദേഹത്തിന്റെ കായിക ഇനം ലോങ് ജംപ്. അഭ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കുവാൻ കേരള നോളജ് എക്കണോമിക് മിഷൻ നടപ്പാക്കുന്ന പദ്ധതി പ്രൈഡ്. കേരള നോളജ് എക്കണോമിക് മിഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ പി എസ് ശ്രീകല. കേരള നോളജ് എക്കണോമിക് മിഷന്റെ ഡയറക്ടർ പി എസ് ശ്രീകല. DRDO യുവശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് പ്രതീക് സുരേഷ് കുമാർ. DRDOയുടെ യുവശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് പ്രതീക് സുരേഷ് കുമാർ. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 1-ാം സ്ഥാനം. അപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 1 SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്കും പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഹോപ്പ്. SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്കും പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ്. 2023 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേര് ബിപോർ ജോയ്. 2023 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരാണ് ബിപോർ ജോയ്. യോഗ ഫോർ ഓൾ എന്ന പേരിൽ സൗജന്യ യോഗ പരിശീലനം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. യോഗ ഫോർ ആൾ എന്ന പേരിൽ സൗജന്യ യോഗ പരിശീലനം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഫത്ത അഥവാ കോൺക്വറർ എന്ന പേരിൽ ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പുറത്തിറക്കിയ രാജ്യം ഇറാൻ. ഫത്ത അഥവാ കോൺക്വറർ എന്ന പേരിൽ ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പുറത്തിറക്കിയ രാജ്യമാണ് ഇറാൻ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക.